എനിക്ക് മോഹൻലാലിനോടൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല. അത് എനിക്ക് ഈ അവാർഡ് ലഭിച്ചപ്പോൾ ആഘോഷങ്ങളോ ആദരവോ ഉണ്ടായിരുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാൽ ഇഷ്യൂ. കേസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂലേ? ലാലേട്ടന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് മുറി ഉണങ്ങിക്കൊണ്ടിരിക്കട്ടെ കേസ്. അതായത് ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു അനുമോദന ചടങ്ങ്, വലിയൊരു ഗ്രാൻഡ് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സജി ചെറിയാൻ്റെ ആരൊക്കെ മന്ത്രി, അതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയൊക്കെ അവിടെ എനിക്കുണ്ട്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുകയാണ്. സംസാരിക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വിവാദപരമായിരുന്നു. വിവാദം എന്ന് പറയുമ്പോൾ ആളുകൾ വേറെ രീതിയിലാണ് എടുത്തറിഞ്ഞത്. അപ്പോൾ അതാണ് സംഗതി. എനിക്ക് ഈ അവാർഡ് ലഭിച്ചപ്പോൾ ആഘോഷങ്ങളോ ആദരവ് പ്രകടിപ്പിക്കലോ ഉണ്ടായിരുന്നില്ല എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. മൂപ്പർക്ക് രണ്ടുപേർക്കും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയാണ്. ലാലേട്ടന് കിട്ടി, അതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അടൂരിനും. അപ്പോൾ അടൂരിന് ഇത്ര വലിയ അനുമോദനമൊന്നും ഉണ്ടായിട്ടുണ്ടാറില്ല. പക്ഷേ ലാലേട്ടന് ഇപ്പോൾ അത് വലിയ രീതിയിൽ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇത് ആളുകൾ വേറെ രീതിയിലാണ് എടുത്തത് ഗൈസ്. അല്ലെങ്കിൽ അറിയില്ല എന്തുദ്ദേശം വെച്ചിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ അത് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. രണ്ട് സൈഡും നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചുമ്മാ ന്യൂട്രൽ സ്റ്റാൻഡിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് പൊതുവെ ആളുകൾ എടുക്കുന്നത് ലാലേട്ടനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നതെന്നാണ്. മേ ബി ആയിരിക്കാം, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ വേറൊരു രീതിയിലാവും പറയുന്നുണ്ടാവും. നോക്കാം നമുക്ക്. പക്ഷേ മോഹൻലാലിൻ്റെ കഴിവുകളെ പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുകയും അതിന് ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ലാലേട്ടനെ കുറിച്ച് അടൂര് മുമ്പ് വളരെ നെഗറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരും മറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളൊക്കെ അതിൻ്റെ താഴെ കിടക്കുന്നുണ്ട് ഗൈസ്. സന്ദർഭവശാൽ പറയട്ടെ, ശ്രീ മോഹൻലാലിന് ആദ്യത്തെ അഭിനയത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നൽകുന്ന ജൂറിയുടെ അധ്യക്ഷനായിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഉള്ള ബഹുമതികൾ ആരംഭിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇന്ന് 2 ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ വലിയ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത്. അതിലെനിക്ക് നിങ്ങളെല്ലാവരോടൊപ്പം എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ മൂപ്പര് പറഞ്ഞില്ലേ അത് സന്തോഷം അഭിമാനം ഉണ്ടെന്ന്. ആ ഒരു പോർഷൻ ആളുകൾ പരിഗണിക്കുന്നില്ല. അതായത് എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഇങ്ങനെ അനുമോദന പരിപാടിയൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പ്രത്യേക എഫേർട്ട് എടുത്തിട്ടാണ് ലാലേട്ടൻ മോഹൻലാലിന് ഇങ്ങനെ അനുമോദനം നടത്തുന്നത്. അതുവരെ എടുത്തുള്ളൂ. സംഗതി മനസ്സിലാവുന്നുണ്ടോ? അതിലെനിക്ക് സന്തോഷം ഉണ്ട് എന്നുള്ളത് ഇവിടെ ആരും പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ അതുമാത്രം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ ഈ ഒരു സാധനം റൈറ്റിംഗ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ആളുകൾ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഊക്കി വിടും അടൂരിനെ, അല്ലേ? അതിലൊരു സംശയമില്ല. വലിപ്പം ഈ വേദി പങ്കിടുന്ന ഓരോരുത്തർക്കും അറിയാം, ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും അറിയാം. ഇത് പ്രതിനിധീകരിച്ച ആളാണ് ശ്രീ മോഹൻലാൽ. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ മലയാളിക്കും തങ്ങളുടെ സ്വന്തം പ്രതിബിംബം ഈ നടനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും, നമ്മുടെ മലയാളികളായ അവരെവിടെ ജീവിക്കുന്നവരായാലും അവരുടെ എല്ലാം സ്നേഹപത്രമായിട്ട് മാറാൻ കഴിഞ്ഞത്. ലോകത്ത് തന്നെ മികച്ച നടനായ ഒരു മഹാനടനെ തീർത്തും അവഗണിച്ച ഒരേ ഒരു വ്യക്തി, അതിനുള്ള മധുര പ്രതികാരമാവാം ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം തന്നെ ഒരുക്കിയതാവാം എന്ന് 11 റിപ്ലൈസ് ആണ്. അടൂരിൻ്റെ പടത്തിൽ അഭിനയിച്ചു ആളാവേണ്ട ഗതികേട് എന്തായാലും മോഹൻലാലിന് ഉണ്ടായില്ല, ദൈവത്തിന് സ്തുതിയെന്ന്. അയ്യോ, എനിക്ക് തോന്നുന്നത് ഗൈസ്, അടൂർ ഗോപാലകൃഷ്ണൻ വേറൊരു വിവാദത്തിൽ പോയിട്ട് പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് വേറൊരു കൺവെൻഷൻ സംഭവം ഉണ്ടായില്ല. അപ്പോൾ മൂപ്പരയിൽ പറഞ്ഞ സാധനമുണ്ട്, ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ സിനിമ എടുക്കാൻ പഠിക്കണം, അവർക്ക് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, ഇത്ര കാശ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു വിവാദത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ടാണ് ആളുകൾ അടൂരിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എടുക്കുന്നത് തോന്നുന്നു കേസ്. അസൂയാണ്, കുശുമ്പാണ്, സവർണ മനോഭാവമാണെന്ന് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ.
അപ്പോൾ എനിക്കിത് പറയുമ്പോൾ പെട്ടെന്ന് അഖിൽ മാരാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മ വരുന്ന കേസ്. നമ്മൾ ഒരാൾ മുഴുവനായിട്ട് ആക്കല്ല, മൂപ്പർ ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറുന്നു നമ്മൾ, അല്ലെങ്കിൽ എന്ത് സംസാരിക്കുന്നു അതിനനുസരിച്ചായിരിക്കായിരുന്നു. അപ്പോൾ നമ്മൾ മുൻവിധികളോടുകൂടി ആളിങ്ങനെ കാഴ്ചപ്പാടുള്ള ആളാണ്, അപ്പോൾ ആളിത് പറയുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിലാവും എന്നൊക്കെ വിചാരിച്ചുള്ളൊരു വിഷയമുണ്ട് ഇവിടെ. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് ലാലേട്ടൻ. അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കഴിവുകളെയും മൂപ്പര അഭിപ്രായങ്ങളെയും നമ്മളിങ്ങനെ കംപ്ലീറ്റ് ഇന്ന ദുരുദ്ദേശം വെച്ചിട്ടാണ് മൂപ്പർ ചെയ്തതെന്ന് പറയാനും പറ്റുമോ? പറ്റൂലല്ലോ, പറ്റൂല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാനൊരു ഇതിൽ നമ്മളിപ്പോൾ വേണമെങ്കിൽ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഊക്കി വിട്ടുകൊണ്ട് വീഡിയോ ചെയ്യാം, സംസാരിക്കാം. കൂടുതൽ ആളുകൾക്ക് അങ്ങനെ കേൾക്കാൻ താല്പര്യം തോന്നുന്നു. അല്ലെങ്കിൽ പലർക്ക് എന്താ വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലാലേട്ടനെ ഊക്കി വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ലാലേട്ടനെ ഊക്കി വിടാൻ അത് പറ്റില്ല, ലാലേട്ടൻ എന്ത് തെറ്റെയ്തിൽ, അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല, പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, അതിനിപ്പോൾ എന്താ, അങ്ങനെ ഒരു രീതിയിലൊക്കെ എടുക്കാം അല്ലേ? ഏകദേശം ഈ രണ്ടാമത്തെ മൂന്നാമത്തെ പെർസ്പെക്റ്റീവിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ഏകദേശം ഒരുപോലെയാണ്. ഇതുണ്ടോ, അടൂരിൻ്റെ പടത്തിൽ അഭിനയിച്ചു ആളാവേണ്ട ഗതികേട് എന്തായാലും മോഹൻലാലിനും ഉണ്ടായിട്ടില്ല, ദൈവത്തിന് സ്തുതിയെന്ന്. എന്ത് ഗതികേടിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നത്. ലാലേട്ടനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നു അല്ലേ? ലാലേട്ടൻ അടിപൊളിയാണ്, അഭിനയിക്കാനൊക്കെ അടിപൊളിയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്താ മോശമാണ്? അടൂർ ഗോപാലകൃഷ്ണൻ അടിപൊളിയല്ലേ? നമ്മൾ ഈ കേരളത്തിനപ്പുറത്തേക്ക്, ഇന്ത്യക്കപ്പുറത്തേക്ക് മലയാള സിനിമേനെ എത്തിച്ച വമ്പന്മാരിൽ ഒരാളാണ്, അത്രയും എഫേർട്ട് എടുത്ത ആളുകളിൽ ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, അത് നമ്മൾ അതിലെന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടായിരിക്കും. മൂപ്പര് ഹീസ് പ്രൗഡ് ഓഫ് ലാലേട്ടൻ എന്നാണ് പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റ് എന്തുകൊണ്ട് എടുക്കാത്തത്? അടൂർ ഗോപാലകൃഷ്ണൻ അപ്പോഴേക്ക് കഴിവില്ലാത്ത ഒരാളായി മാറിയോ? ലാലേട്ടൻ അതിൽ അഭിനയിക്കാൻ കിട്ടുന്നൊരവസരം പറഞ്ഞ് കഴിവുകേടായിട്ട് മാറിയോ? ഗതികേടായിട്ട് എങ്ങനെ മാറുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ എന്താ അഭിനയിക്കാൻ ലാലേട്ടന് ഇഷ്ടം ഉണ്ടാവൂലേ? അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഗതികേടാണോ അങ്ങനെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ? ആ പോയിൻ്റ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്കിപ്പോൾ ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത്, ലാലേട്ടനല്ല ഒരാളെ ഭയങ്കരമായിട്ട് ലാലേട്ടനെ ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് വിചാരിച്ചിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ മോശക്കാരനാവുന്നുണ്ടോ? അടൂരിനെ പറ്റി നന്നായി അറിയില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളുടെ സംവിധായകനാണ്. കറക്റ്റ്, എക്കാലത്തെയും മികച്ചെന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. കൊടിയേറ്റം, എലിപ്പത്തായി, മതിലുകൾ, വിധേയൻ ലെവൽ നിങ്ങൾക്കറിയില്ലെന്ന്. ആർക്ക് അറിയണം അതൊക്കെ? ഹീസ് വൺ ഓഫ് ദ വേസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ മോളിവുഡ്. ആരാ പറഞ്ഞു? സിനിമ 60 സെക്കൻഡ് പറഞ്ഞിട്ട് ഇതിൽ മൂപ്പര് കമൻറ്റ് ചെയ്തിറക്കുക, റിപ്ലൈ കൊടുത്തിറക്കണം. അരവിന്ദൻ സാറൊക്കെയാണ് ലെജൻഡ്. ഇവരൊക്കെയാണോ കോടതി? എനിക്കത് മനസ്സിലായി. നമ്മളെങ്ങനെ ഒരു കോടതിയാണ്? നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയണം, ഇതായിരിക്കണം എല്ലാവരും അഭിപ്രായം എന്നുണ്ട് കേസ്. ഇപ്പം ഞാനൊരു സിനിമേനെ എടുത്തിട്ട് അല്ലെങ്കിൽ സംവിധായകനെ എടുത്തിട്ട് പോകണം, ഇയാളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധായകൻ ഞാൻ പറയുകയാണെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. അപ്പുറത്ത് വേറൊരാൾക്കൊന്നും അയാളല്ല വേറൊരാളെന്ന്, ഇതൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ്. ഐൻസ്റ്റീനോ ന്യൂട്ടനോ ആരോ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഗൈസ്, ഈ ലോകത്തുള്ള അഭിപ്രായങ്ങളും പിന്നെ എന്തോ ഒരു സാധനം കൂടി മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇതൊക്കെ അഭിപ്രായങ്ങളാണ്. അതേപോലെ അഹം ബ്രഹ്മാസ്മി 300 കേരള ലോകം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞ ഷറപ്പോയെ തെറി പറഞ്ഞ കിഴങ്ങന്മാരാണെന്ന് ഇവരുടെ വിചാരം. ഈ മോഹൻലാൽ സച്ചിനൊക്കെ ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാണെന്നാണ് ഇത്. IMDb എന്ന് കേട്ടില്ല, എന്ത് സച്ചിനെ അറിയില്ലെന്ന് ഷറപ്പോവ പറഞ്ഞ ഷറപ്പോവ. എന്തായാലും ലോകത്ത് ഷറപ്പോവയെ അറിയാവുന്നിടത്തോളം ധാരാളം പേർക്ക് സച്ചിനെ അറിയാമെന്ന്. എന്തായാലും ലോകത്ത് ഷറപ്പോവയെ അറിയാവുന്നതിനേക്കാളും ധാരാളം പേർ സച്ചിനെ അറിയാം. ഇതെന്താണ്? മോഹൻലാലിന് ഫാൽക്കെ കിട്ടിയത് കൊണ്ട് ഏറ്റവും ഗുണം ലഭിച്ചത് അടൂരിനാണ്. അദ്ദേഹത്തിനും ഇന്ത്യയിലെ ഈ പരമോന്നത ബഹുമതി കിട്ടിയിരുന്നു എന്ന് മലയാളി മനസ്സിൽ രജിസ്റ്റർ ആവാൻ അതുവഴി സാധിച്ചു. അല്ലായിരുന്നെങ്കിൽ മരണാനന്തരം ചാനലുകളിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന ഒരു വരി വാർത്തയായി അത് ഒതുങ്ങിയേനെ. ഒരു വന്ന കമൻ്റാണ് ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ എന്ത് വിസിബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു ആളുകൾക്ക്. ഇപ്പോൾ ഒരു അവാർഡ് കിട്ടി എന്ന് പറയില്ല. ഇപ്പോൾ ലാലേട്ടനെ അവാർഡ് കിട്ടിയ കുറേ പേര് അറിഞ്ഞു, അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് കിട്ടിയ പലരും അറിഞ്ഞില്ല. അത് രണ്ട് കാലഘട്ടത്തിൽ ഒരേ ടൈമിലാണ് സംഭവിക്കണം. അല്ല, 20 വർഷങ്ങൾക്ക് മുമ്പാണ് അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് അല്ലേ? 20-25 വർഷം മുമ്പ് എന്തുവാണ്. അപ്പോൾ അന്നത്തെ ഒരു കാലാവസ്ഥ പറഞ്ഞാൽ അന്നത്തെ അന്തരീക്ഷമല്ല ഇപ്പോഴത്തെ അന്തരീക്ഷം. നമ്മൾ രണ്ടുപേരും അംഗീകരിക്കണ്ടേ? ആ അവാർഡ് കിട്ടിയ അവസ്ഥേനൊക്കെ നമ്മൾ ബഹുമാനിക്കണ്ടേ? ഒരാൾ മറ്റാൾക്ക് അടിപൊളി എന്നാണോ പറയണത്? എന്താണ് അത്? പത്രം ഒന്നും വായിക്കാത്തതുകൊണ്ടാണ്. വിവരമുള്ളവർക്കറിയാം പുള്ളിക്ക് ഫാൽക്കെ കിട്ടിയ കാര്യമൊക്കെയെന്ന്.
ഈ അടൂർ ഗോപാലിൻ്റെ എത്ര സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് എന്ന്. തിയേറ്ററിൽ പോയി കണ്ട സിനിമയാവൂലേ അടൂർ ഗോപാലകൃഷ്ണൻ തമ്മിൽ, ഈ രണ്ടുപേരും തമ്മിൽ മനസ്സിലാവാത്ത ഗൈസ്. എപ്പോഴും ആൾക്കാർ ഒരു എനിക്കത് മനസ്സിലാവാത്തത്. മോഹൻലാൽ എന്ന വ്യക്തി മലയാളികൾ സംഭവം, എന്നാൽ അടൂർ വേറെ കമൻറ്റ്. മോഹൻലാലിനെ അറിയാവുന്ന പോലും സാധാരണ ജനങ്ങൾക്ക് അടൂർ വെളിയിലായാലും ഒന്ന് മലയാളികൾ ഉള്ള ആളാണ് മോഹൻലാൽ. വിദേശികളാൽ പോലും ആദരിക്കും. അങ്ങനെ പറയാൻ പറ്റുമോ മലയാളി മോഹൻലാലിന് വില? ഒരിക്കലല്ല. രണ്ടല്ലോ ആളുടെ പേര് ഞാൻ പറഞ്ഞു. മോഹൻലാൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ എന്നാണ് വേറൊരു റിപ്ലൈ. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്ത്യയിലെ രണ്ടാം ബഹുമതിയായ പത്മവിഭൂഷണും 4 കിട്ടി. ചുമ്മാ കൊടുക്കില്ലല്ലോ, കഴിവുണ്ടായി. ഗോപാലകൃഷ്ണൻ്റെ കാര്യം പറയുന്നുണ്ടോ ഐസേ? എൻ്റെ ഒരു ഇനി വേറൊരു തരത്തിലുള്ള കുറേ നമുക്ക് 1-2 കൂടി നോക്കാം. നോ മാത്രം വിചാരിക്കരുത്, അതാണ് പ്രോബ്ലം മനോഭാവം എന്നൊക്കെ മോഹൻലാലിനെ ഇകഴ്ത്തി മറന്നിട്ടില്ലാന്ന്. സജി ചെറിയൻ മോഹൻലാലിന് ഉണ്ടോ? മോഹൻലാൽ സാരമില്ല, മുൻപ് ഇയാൾ മോഹൻലാൽ മറന്നിട്ടില്ല. ഗോപാലകൃഷ്ണ ഉന്നതന്മാർക്ക് കൊള്ളില്ല. ഏറെയുള്ള ആളാണ് മോഹൻലാലിനേക്കാൾ എത്രയോ പിന്നിൽ. ഇങ്ങേർക്ക് ആദരം ഉണ്ടാക്കിയാൽ കാണാൻ കസേര മാത്രം ഉണ്ടാവുമായിരുന്നുള്ളൂ എന്ന്. കണ്ട മലയാളികളുണ്ടോ മോഹൻലാൽ അടൂരിനേക്കാൾ എത്രയോ ശ്രീനിവാസൻ ഫാൽക്കെ അവാർഡ് നേടാൻ? എന്ത് സത്യത്തിൽ നോക്കി വായിക്കാതെ അറിയാൻ കഴിവുള്ളത് ഇങ്ങേർക്കും വേണ്ട. വിരോധാഭാസം ആദരവ് ലഭിക്കുന്നതിന് ഘടകമാണെന്ന്. ഇതിനെ കാണണം. സമയം ശരിയല്ല. ഞാൻ ഈ ഒരു പോയിന്റ് ഉത്തരം വിചാരിച്ച് കേസ് സമയം ശരിയല്ല. അടൂർ ഗോപാലകൃഷ്ണൻ എടുക്കുന്ന രീതിയൊക്കെ മാറിയാണ്. അഞ്ചായിരുന്നു വലിയ രീതിയിൽ ആൾ ഊക്കി വിടാൻ വേണ്ടിയിട്ടും വിവാദ ആളുകൾ ഉപയോഗിക്കുന്നത് പൊതുവെ. കാരണം ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ആൾക്ക് വിസിബിലിറ്റിക്ക് കൂടുതലുണ്ട്. ഇത്ര ആളുകൾക്ക് അറിയാം. എന്താ വെച്ചാൽ നമുക്ക് ഹരി കളിച്ചിട്ടുണ്ടോ? അത്രയും ഫേമസ് ആൾക്കാരിങ്ങനെ ബഹുമാനിച്ചിരുന്നു. അതിൽ ഗോപാലകൃഷ്ണൻ ശരി ആരായാലും അങ്ങനെയല്ല. നമുക്കൊക്കെ നീ ാണോ വലിയ അടിപൊളി ആണോ, ഇവളാണോ അവളാണോ, എന്താ അത് അവരുടേതായ രീതിയിൽ അടിപൊളിയാണ്. പാവം ലാലേട്ട, ലവ് യു ആൾ, ട്രൂലി ഡിസേർവ്, യു ട്രൂലി ഡിസേർവ്. ഈ അടൂരിൻ്റെ ഒരു ഗതി, മോഹൻലാലിനെ റൗഡി എന്ന് പറഞ്ഞ അഭിനന്ദിക്കുന്നത് കടിച്ച മോഹൻലാൽ വിഷയം. സാമൂഹിക ഒരു കലാകാരൻ എന്ന നിലയിൽ ബിഗ് എന്താണ് പരിപാടി അവതരിപ്പിക്കുക, ഇപ്പോൾ മാനിക്കാതിരിക്കുക. പോയിന്റ് എന്താ ഇവിടെ കാണാത്ത? ലാലേട്ടൻ അതിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ആളുകൾ ഇങ്ങനെ ഇതിലേക്ക് ബിഗ് പരിപാടിയിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് ഉണ്ടായിരുന്നു. ലാലേട്ടൻ എന്തിനാ ഈ നാട്ടപരിപാടി കമൻറ്റ് ചെയ്തായിരുന്നു. പക്ഷേ പൊതുവെ ലാലേട്ടൻ അടിപൊളിയാണ്, ലാലേട്ടൻ ഇല്ലെങ്കിൽ ഇല്ല ഇത് മോഡറേറ്റ് ചെയ്യാൻ. ഫാൽക്കെ അവാർഡ് കിട്ടിയൊരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ലേ? മൂപ്പർക്ക് എന്താ അല്ലെങ്കിൽ സാമൂഹിക ബിഗ് ബോസ് എന്നൊക്കെയാണ് ലാലേട്ടൻ വന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. കരിയറാണ് അല്ല അങ്ങനെയുള്ള പരിപാടികൾ പ്രൊമോഷൻ എടുക്കാൻ ഈ പറഞ്ഞ ലോജിക്കാണെങ്കിൽ അവാർഡുകൾ ഇതൊക്കെ അംഗീകരിച്ച് ഒരു അവാർഡ് കിട്ടിയോണ്ട് ഇങ്ങനെ എന്താ അവാർഡിൻ്റെ അടിമ അല്ലെങ്കിൽ മറ്റു ആൾ വിചാരിച്ചിട്ട് എല്ലാം പണയം ചെയ്യാൻ പാടില്ല, കാച്ചുണ്ടാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ തോന്നുന്ന കേസ്. അതെന്താ വെച്ചാൽ ഒരു ചെറുപ്പത്തിൽ സ്കൂളുകളിലൊക്കെ പഠിച്ച അവാർഡ് കിട്ടിയ ഒരാളെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു എഴുത്തുകാരെന്ന് പറഞ്ഞാൽ അമ്മ
എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അവരവൻ്റെ കാര്യം. എന്തായാലും ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എല്ലാവരും ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇരിക്കുക, അത് ആൾക്കാരെ അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവും, ചിലത് നമ്മൾ കുരുട്ടുകുത്തി വെച്ചിട്ട്, ചിലത് നമ്മൾ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുമ്പോൾ. അടൂർ ഗോപാലകൃഷ്ണൻ കുറ്റം പറഞ്ഞതായിട്ടും വേണമെങ്കിൽ അല്ല, മൂപ്പര് ഒരു വിഷമം അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവായ രീതിയിൽ മൂപ്പരൊരു, അതായത് പണ്ട് ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു, അനുഭവം ഉണ്ടാകുന്ന നല്ലൊരു കാര്യമാണ്. അത് നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ ഞാൻ 3 പ്രത്യേക ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. നമുക്ക് അനാവശ്യമായ വിവാദങ്ങൾ അത്രയുള്ള ഗൈസ്. നന്മ വരച്ച തോന്നുന്നു ഞാൻ. എന്ത് തേങ്ങ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ട അത് എന്താണ് രൂപത്തിൽ ഇവിടെ പറ്റുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. അതായിട്ട് പോയിട്ടൊന്ന് കണ്ടേട്ടോ.